നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന നിലയിൽ ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൽ ഹൈന്ദവ ആചാരങ്ങളുടെ സ്ത്രീ പുരുഷ സങ്കല്പത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളുടെ രചനകൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. വേരറ്റുപോകുന്ന വിശ്വാസങ്ങളെ വീണ്ടെടുക്കുക. ഇന്ന് ശനിയാഴ്ച, ശാസ്താപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമ എന്ന ശാസ്താമന്ത്രത്തോടെ ക്ഷേത്രസന്നിധിയിലെത്തി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. പുണ്യനദികൾ ഒഴുകുന്ന തീരങ്ങളെല്ലാം മോക്ഷതീരങ്ങൾ തന്നെയാണ്. പമ്പയെന്ന മോക്ഷനദിയുടെ പവിത്രമായ തീരങ്ങളിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട പുണ്യജന്മങ്ങളാണ് ആനപ്രമ്പാൽ ദേശക്കാർ. ശരണം വിളികളുടെ താളത്തിൽ പമ്പയിലേക്ക് ഒഴുകി നിറയുന്ന പുണ്യം പമ്പ വിളക്കിന്റെ ശോഭ പടർത്തി വിവിധ ദേശങ്ങളിലേക്കും ഒഴുകി നിറയുകയാണല്ലോ. അങ്ങനെ ആനപ്രമ്പാൽ ദേശക്കാരുടെയും ഉദയാസ്തമയങ്ങൾ പമ്പാ നദിയുടെ ദിവ്യശോഭയാർന്നതാവുമ്പോൾ ഈ ദേശക്കാരുടെ മറ്റൊരു മഹാപുണ്യം ഇവിടെ അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. മകരസംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം ശബരിമല ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രാചീന കാലം മുതൽക്കേയുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കുട്ടനാടിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ആനപ്രമ്പാൽ ദേശം ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായിരുന്നു. ജലഗതാഗതങ്ങളാൽ സുന്ദരമായ ആ കാലത്ത് പുഴയുടെ തീരത്ത് നിന്ന് മറുകര തേടാൻ കഴിയാത്ത വിധത്തിൽ മൈലുകളോളം നീണ്ടുകിടക്കുന്ന പാടങ്ങളിൽ ഞാറ്റുവേല കുളിർക്കാറ്റ് വീശി നൃത്തമാടുന്ന പുന്നല്ലിൻ കാഴ്ചകളുടെ അതിമനോഹരങ്ങളായ ഇന്നലകളുടെ ഓർമ്മകളിലാണ് ഇന്നും ഈ ദേശക്കാർ ജീവിക്കുന്നത്. പുഴയിൽ നിരനിരയായി കെട്ടിയിട്ട വഞ്ചികളിൽ പതിനായിരക്കണക്കിന് പറ നെൽക്കൂമ്പാരങ്ങളുമായി കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ തീരങ്ങളിലെത്തുമ്പോൾ നാടാകെ ആനന്ദോത്സവങ്ങളാകുമായിരുന്നു. ഇന്നലകളെല്ലാം ഓർമ്മകളാകുമ്പോഴും ഈ ദേശക്കാരുടെ ആത്മാവിന്റെ നിത്യചൈതന്യമായി അന്നും ഇന്നും ധർമ്മശാസ്താവ് സർവ തേജസ്സോടും കൂടി ഇവിടെ വാണരുളുന്നു എന്നത് തന്നെയാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം. കലിയുഗവരദനും നിത്യബ്രഹ്മചാരിയുമായി ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ വാണരുളുമ്പോൾ ശ്രീ ധർമ്മശാസ്താവ് ഇവിടെ ഭാര്യാപുത്ര സമേതനായി തികച്ചും ഗാർഹസ്ഥ്യഭാവത്തിലാണ് കുടികൊള്ളുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കലിയുഗവരദനായ സ്വാമി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങുന്നതിനും യുഗങ്ങൾക്കു മുമ്പേ ശാസ്താവിനെ ആരാധിച്ചിരുന്നതായും ശാസ്താക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു. ശ്രീ ധർമ്മശാസ്താവിന്റെ മറ്റൊരു അവതാര രൂപം തന്നെയാണ് സ്വാമി അയ്യപ്പനെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോരുന്നു.
നീലനഭസ്സിൽ കളഭം വഴിയും ശ്രീല പൗർണമി പോലെ ആദിയിൽ പരമശിവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ശ്രീ ധർമ്മശാസ്താവെന്ന് കരുതപ്പെടുന്നു. ത്രേതായുഗ കാലം മുതൽക്ക് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നതായും ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ ഒരു ധർമ്മശാസ്താ ക്ഷേത്രം സാക്ഷാൽ ശ്രീരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതായും ക്ഷേത്ര ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന സമ്പ്രദായം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ. കലിയുഗവരദനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ശ്രീ ധർമ്മശാസ്താവിന്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു. അതുകൊണ്ടുതന്നെ ആനപ്രമ്പാൽ ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ്. ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ് പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടം. വിറകു ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹത്തിന്റെ അത്ഭുത ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത്. തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിന്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു. അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റേത്. വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്ക് സമീപം 2 കളിത്തട്ടുകൾ കാണാം. കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണുകൂടിയാണിവിടം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രക്കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിലെന്നാത്മാർപ്പണം അതിനുള്ളിലാനന്ദ. ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കുടികൊള്ളുന്നത്. പ്രസന്നവദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകൻ എന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുളുന്നത്. ശ്രീകോവിലിനടുത്തായി ശിവനടയുമുണ്ട്. ശിവനടയിൽ ശാസ്താവിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകളും നടത്തിവരുന്നു. വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. നാലമ്പലത്തിനു പുറത്തായി ഈ അടുത്ത കാലത്ത് ദൈവജ്ഞർ പറഞ്ഞതിൻ പ്രകാരം ഒരു വേലായുധ ക്ഷേത്രം കൂടി നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നു. പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനു വെളിയിൽ കിഴക്കു ഭാഗത്തായി ഉപദൈവങ്ങളുമുണ്ട്. യക്ഷി, ബ്രഹ്മരക്ഷസ്, ശ്രീ ഭഗവതി, ഒറ്റമുലച്ചി, അറുകുല, ശ്രീ ഭുവനേശ്വരി എന്നീ ഉപദൈവങ്ങളെ വണങ്ങി സർപ്പക്കാവിൽ കയറി സർപ്പദൈവങ്ങളെയും വണങ്ങാം. പ്രായശ്ചിത്തം ചെയ്തൻ തീർത്ഥാടനം പടിയേറ്റി പാവന ദർശനമരുളിടാൻ പ്രായശ്ചിത്തം ചെയ്ത. ക്ഷേത്രത്തിന് അല്പം അകലെയായി പമ്പാ നദിക്കരയിൽ ഭഗവാന്റെ ആറാട്ടുകടവുണ്ട്. ആറാട്ടുകടവിൽ ഒരുക്കിയിട്ടുള്ള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നിത്യവും വിളക്ക് വച്ച് ആരാധന നടത്തുന്നു. ഗുരുധർമ്മപാദത്തെ താണു വണങ്ങിയൻ. ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരുശേഷിപ്പുകൾ പോലെ ക്ഷേത്രത്തിൽ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീനഭരണികളാണ്. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന 10,000 പറ നെൽപ്പാടങ്ങളും മറ്റു കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന നെല്ലും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ്
ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത്. ഹരിഹരനന്ദനം ശബരീശം സുരവരവൻ. മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണിവിടം. മണ്ഡലകാലത്തെ 41 ദിനങ്ങളിൽ നിരവധി വിശേഷാൽ പൂജകളും നടത്തിവരുന്നു. ശബരീശം ഹരിഹരനന്ദനം ശബരീശം സുരവരവന്ദിതം ശബരീശം പരജനപൂജിതം. അന്തിവിളക്കുകൾ തെളിയിക്കുവാനും ദീപാരാധനയിൽ പങ്കുചേരുവാനുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങി. ഭൂദേശം ഭജ ശബരീശം ലോകേശം ഭജ ശബരീശം അമരേശം. ധർമ്മശാസ്താവ് ഭക്തഹൃദയങ്ങളിൽ കലിയുഗവരദനായ അയ്യപ്പനും സ്വയംഭൂവായ ശാസ്താവുമാകുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ ശരണമന്ത്രം നിറയുകയായി. പമ്പയുടെ ഓളങ്ങളിലേക്ക് സൂര്യന്റെ പൊൻവട്ടം പടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിയാറായി. മോക്ഷദായകമായ പ്രകാശങ്ങളിലേക്ക് ഓരോ ഭക്തരും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു തുടങ്ങി. മണികണ്ഠബന്ധുരം ശബരീശം അണിഭട്ടബന്ധിതം ശബരീശം. മണികണ്ഠബന്ധുരം ശബരീശം അണിഭട്ടബന്ധിതം ശബരീശം. പൊന്നീലാവൃതം ശബരീശം ചിന്മുദ്രാങ്കിതം ശബരീശം. പൊന്നീലാവൃതം ശബരീശം ചിന്മുദ്രാങ്കിതം ശബരീശം. ഭജ ശബരീശം ഭൂദേശം ഭജ ശബരീശം ലോകേശം ഭജ ശബരീശം അമരേശം ഭജ ശബരീശം അഖിലേശം. സ്ത്രീ സൗന്ദര്യത്താൽ പുരുഷനെ ആകർഷിക്കുകയും സ്നേഹത്താൽ ബന്ധിതനാക്കുകയും സേവനത്താൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. പുരുഷൻ കരുത്തിനാൽ അവളെ സംരക്ഷിക്കുകയും സ്നേഹത്താൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കുടുംബസങ്കല്പം. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.